ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു സീക്വൻസും സർദോസിയും വെച്ചുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ചെയിൻ എടുക്കുക. എന്നിട്ട് ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു ഡയമീറ്റർ കണ്ടിട്ട് ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ചെയിൻ എടുത്ത് കൊടുക്കുക. ചെറിയൊരു ചെയിന്. ദെൻ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഒരു ചെയിൻ ലോക്കും കൂടെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു സർദോസി, അത് കഴിഞ്ഞ് നമ്മളൊരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതിലോട്ട് ഇറക്കി കൊടുക്കുക. അടുപ്പിച്ച് വെച്ച് നമ്മളൊരു ചെയിൻ എടുക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അതേ ഒരു ലെങ്ത്തിൽ തന്നെ ഒരു ചെയിൻ എടുക്കുക. ഒരു ചെയിൻ ലോക്ക് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഒരു സർദോസി, ഒരു സീക്വൻസ്. ആദ്യം ഇറക്കേണ്ടതിനെ അവസാനമാണ് നമ്മൾ കയറ്റി കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ച് സെൻറ്ററിലോട്ടായിട്ടൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. അവിടെ തന്നെ ചെയിൻ ലോക്കും ഇട്ട ശേഷം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഏകദേശം അതേ ഒരു വലിപ്പത്തിൽ നമുക്കൊരു ചെയിൻ എടുക്കാം. ചെയിൻ ലോക്കും എടുത്ത ശേഷം ആദ്യം ഒരു സർദോസിനെ ഇറക്കി കൊടുക്കുക. പിന്നീട് ഒരു സീക്വൻസിന് അതിലേക്ക് ഇടുക. എന്നിട്ട് അത് നമുക്ക് ചെയിനിലോട്ട് ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് 4 ഇതളുള്ളതായിട്ടും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിലൂടെ 8 എണ്ണം ഉള്ളതായിട്ടും ചെയ്യാവുന്നതാണ്. ചെയിൻ എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ട് ചെയിൻ ലോക്കും കൊടുക്കുക. ദെൻ അതിലോട്ടും നമുക്ക് സീക്വൻസും സർദോസിയും ഇറക്കി കൊടുക്കണം. ആദ്യം സർദോസിനെ എടുക്കുക. അതിൻ്റെ ശേഷം സീക്വൻസിനെ എടുക്കുക. ദെൻ നമ്മൾ ഇതിലോട്ട് ഇറക്കി കൊടുക്കുന്നു. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെയിനിലോട്ട് ഇറക്കി കൊടുക്കുക. ഒത്തിരി എണ്ണം വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. സർദോസിയാണ്, കുറച്ചൊന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് തിക്നെസ്സിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെയും കൂടെ നമ്മൾ ചെയ്യുവാണ്. ആദ്യം ഒരു സർദോസിനെ കയറ്റുക. അതിൻ്റെ ശേഷം നമ്മൾ സീക്വൻസിനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഈ സെൻറ്ററിൽ ചെയിൻ എടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ടാസ്ക്. ചെയിൻ ലോക്കും കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡയറക്ഷനിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാണ്. വീണ്ടും നമ്മൾ സർദോസിയും സീക്വൻസും അതിലോട്ട് ഇറക്കി കൊടുക്കണം. ആദ്യം ഒരു സർദോസിനെ എടുക്കുക. നമ്മളൊരു സീക്വൻസിനെ ഇട്ട് കൊടുക്കാം. സെൻറ്ററിലോട്ടാക്കി എടുത്തിട്ട് ചെയിൻ എടുക്കുക. ഉള്ളിലോട്ടൊരു ചെയിൻ ലോക്കും കൂടെ കൊടുക്കുക. ത്രെഡിനെ പുറത്തേക്ക് കാണാത്ത വിധം വേണം ചെയ്യാനായിട്ട്. ചെയിൻ ലോക്ക്. നമ്മളൊരു സീക്വൻസിനെ ഇട്ട് കൊടുക്കാം. സർദോസിനെ എടുത്ത് അതിലേക്ക് ത്രെഡിലോട്ട് ഇറക്കി കൊടുക്കുക. ഇത് കുറച്ചുകൂടെ ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഇടയിൽ നടുവിൽ വരുമ്പോൾ അവിടെ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബീഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ.
ലാസ്റ്റ് പീസാണിത്. അപ്പോൾ നമ്മുടെ സർദോസി സീക്വൻസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. സെൻറ്ററിലും ഓപ്പോസിറ്റും ഒരു ചെയിൻ എടുത്ത ശേഷം നമുക്ക് എൻഡ് ലോക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻഡ് ലോക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പ് വല്ലാണ്ട് മുകളിലേക്ക് കാണാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ.